ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സഭ സത്യാരാധനയിലേക്ക് മടങ്ങി വരണം എന്നതാണ് ഇന്ന് വേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യം. വെളിപ്പാട് പുസ്തകത്തിലാണ് സ്വർഗീയ ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ഇതിനു മുമ്പ് 2 വീഡിയോകൾ സത്യാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, അതോടൊപ്പം അല്ലെങ്കിൽ അത് കാണണം. അതോടുകൂടി ചില വിശദീകരണങ്ങളോട് പറയുന്നത് എന്തിനു വേണ്ടി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഹെബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. മോശ കൂടാരം പണിയുവാൻ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സകലതും നിർമ്മിക്കുക എന്ന് ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൽപ്പന ലഭിച്ചതനുസരിച്ച് അവർ സ്വർഗീയമായതിൻ്റെ നിഴലും സദൃശ്യവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. യേശുവോ വിശേഷതയേറിയ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശ്രേഷ്ഠ ഉടമ്പടിയുടെ മധ്യസ്ഥനാകിയാൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ വചനം ശരിക്കും ശുശ്രൂഷയുടെ നിഴലാണ്. തമിഴിൽ ഇത് എഴുതിയേക്കുന്നത് ഇത് ആരാധനയുടെ നിഴൽ എന്ന് വ്യക്തമായിട്ട് എഴുതിയേക്കുന്നു. ഹീബ്രു ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് തർജ്ജിമ ചെയ്തിരിക്കുന്നതാണ് തമിഴ് ബൈബിൾ. അത് നമ്മൾ അതിൻ്റെ ആഴങ്ങൾ വായിക്കാൻ അറിയാവുന്നവരുടെ അടുത്ത് പോയിരുന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ ഇത് എഴുതി വച്ചേക്കുന്നതിൻ്റെ മിസ്റ്റേക്കുകൾ, യഥാർത്ഥ അവസ്ഥ. സിയോൺ മലയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. യെശയ്യാവ് 2:2-3 ഒന്ന് വായിച്ചേ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുസലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. നിയമം സിയോനിൽ നിന്നും യഹോവയുടെ വചനം യെരുസലേമിൽ നിന്നും പുറപ്പെടും എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഇതെല്ലാം ദൈവവചനത്തിൽ നിന്ന്, സത്യവേദത്തിൽ നിന്ന്, സത്യവേദ പുസ്തകത്തിൽ നിന്ന് വരുമെന്നാണ് ഇതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഈ മല എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ സത്യവേദ പുസ്തകം എന്ന് എഴുതി വച്ചേക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഹീബ്രു ഗ്രീക്ക് പുസ്തകങ്ങളിലാണ് അടിസ്ഥാനപരമായിട്ട് എഴുതിയേക്കുന്നത്. ആ കാര്യം ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഫ്രണ്ടിൽ സത്യവേദ പുസ്തകം എന്ന് എഴുതി വെച്ചാൽ അത് കറക്റ്റാണ്. ഈ തമിഴ് ബൈബിളൊക്കെ ഏതാണ്ട് 90% തർജ്ജിമ കറക്റ്റാണ്. 90% 95% തർജ്ജിമ കറക്റ്റാണ്. എന്നാൽ ബൈബിൾ സൊസൈറ്റി ഇറക്കിയേക്കുന്ന സത്യവേദ പുസ്തകത്തിന് അത് തർജ്ജിമയ്ക്കകത്ത് ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. സത്യവേദം കറക്റ്റാണ്. ആംപ്ലിഫൈഡ് വേർഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചും പഠിച്ചും വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്തെ തർജ്ജിമയ്ക്കകത്ത് വന്ന തെറ്റുകൾ. അപ്പോൾ വചനത്തിൽ കാണുന്നത് പോലെയുള്ള ആരാധന സഭയ്ക്കകത്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, മലയിൽ കണ്ടതുപോലെ തന്നെ കൂടാരപ്പണി ആവശ്യമാണ്. കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ്, എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെ പഴയ നിയമ പണിയും പുതിയ നിയമ ആരാധനയും. പഴയ നിയമത്തിൽ കെട്ടിടം പണിയായിരുന്നെങ്കിൽ, ആലയം പണിയായിരുന്നെങ്കിൽ, കൂടാരപ്പണിയായിരുന്നെങ്കിൽ, സമാഗമന കൂടാരത്തിൻ്റെ പണിയായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ആരാധന അതിൻ്റെ വ്യവസ്ഥ. ഒരേ അവസ്ഥയാണ് ദൈവം നമ്മളെ ഈ ഹെബ്രായ ലേഖനം 8-5-6 വാക്യത്തിലൂടെ പഠിപ്പിക്കുക. എന്നാൽ ഇന്ന് എന്നാ ചെയ്യുന്നത്? പാട്ടും കൂത്തുക. ദൈവത്തിൻ്റെ അനുഗ്രഹം, പൂർണ്ണമായ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതനോട് പറയുക, പാട്ട് പറയുന്ന ആസ്ഥാന ഗായകൻ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഈ ആഴ്ചയിൽ വേറൊരു അംഗമായിരുന്നു പറഞ്ഞു. പാട്ട് പറയുന്ന ആസ്ഥാന ഗായകൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ ആഴ്ച വേറൊരു അംഗമായിരുന്നു.
എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഇനി പലയിടത്തും DJ. ഇപ്പോൾ ഈയിടെ പറയുന്നത് കേട്ട് പലയിടത്തും പുകയൊക്കെ പൊങ്ങുന്നുണ്ടെന്ന് ആരാധനയ്ക്കിടയ്ക്ക്. സ്മോക്ക്, കാതടപ്പിക്കുന്ന ശബ്ദ സംവിധാനങ്ങളും വർഷിപ്പ് ലീഡർമാരുടെ മിടുക്കും പരിപാടിയെല്ലാം കൂടെ വരുമ്പോൾ അതിന് ശേഷം പുകയും കൂടെ പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ശരി DJ പാർട്ടി തന്നെയല്ലേ. അവിടെയും ചെറുപ്പക്കാർ ചാടാറുണ്ട്. മറ്റൊന്നുമല്ല, വചനത്തിൻ്റെ ആധികാരികത ഇല്ലാത്തതുകൊണ്ട് പോയി കിടന്ന് ചാടും. അതാ സത്യം. എന്നാൽ ആദിമസഭയിൽ പത്രോസോ പൗലോസോ ശിഷ്യന്മാരോ ഒക്കെ പോകുമ്പോൾ അവരുടെ നിഴൽ വീണാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ നിഴലല്ല, ഇവർ തന്നെ മറിഞ്ഞു വീണാൽ ആൾ മരിച്ചു പോകുന്നല്ലാതെ 100-120 കിലോ ഒക്കെ ഉള്ളത് മറിഞ്ഞു വീണാൽ അതിൻ്റെ അടയപ്പെടുന്ന ആൾക്കാർ മരിച്ചു പോകുന്നല്ലാതെ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈയിടെ ഒരു രസമുണ്ടായി. ഒരു ശുശ്രൂഷകനുണ്ട്, ഇടുക്കി ജില്ലക്കാരനായി, ഇങ്ങനെ തൂത്തിട്ട് വേർപ്പെടുത്ത് തേച്ച് വെക്കും. കാരണം പത്രോസിനെയും പൗലോസിനെയും അവരുടെ തൂവാല കൊണ്ട് ഇട്ടാൽ പോലും രോഗികൾ സൗഖ്യമാകുമെങ്കിൽ തൂവാലയിലുള്ള വേർപ്പല്ലേ, എന്നാൽ എൻ്റെ വേർപ്പ് വെച്ചാൽ അങ്ങ് സൗഖ്യമാകട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഈ മണ്ടത്തരമെല്ലാം കാണിക്കുന്നവനെല്ലാം പതുക്കെ കളത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് സാധ്യത. ഓരോരോ മേഖലയിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വ്യവസ്ഥയായിട്ട് നടന്നാൽ അനുദിനം വളർന്നുകൊണ്ടിരുന്നവരാ. വേണ്ടാത്ത പണിക്ക് പോയി ഈ കേരളത്തിൽ നല്ലൊരു ശതമാനവും ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെല്ലാം തുടക്കത്തിൽ ശുശ്രൂഷകർ നല്ലവരായിരുന്നു. പക്ഷെ ഇതുങ്ങളെല്ലാം ഈ ആഫ്രിക്കൊക്കെ കൊണ്ട് ഓരോരുത്തൻ്റെ കീഴെ കൊണ്ട് തല വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇമ്പാർട്ടേഷൻ പകർച്ച മേടിക്കാൻ പോയി. ആഫ്രിക്കൻ മാന്ത്രികന്മാർ, ഇവന്മാരെല്ലാം പകൽ പാസ്റ്റർമാരും രാത്രി മാന്ത്രികന്മാരുമാണ്. ഇവന്മാരുടെ കീഴിൽ കൊണ്ട് തല വെച്ച് കൊടുത്ത് ഇവന്മാരുടെ അഭിഷേകത്തിൻ്റെ കീഴിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പം ഈ കേരളത്തിലെ തുടക്കത്തിൽ നല്ലതായിരുന്നവൻ്റെ എല്ലാം നഗ്നത വെളിപ്പെട്ടു വന്നു. ഇപ്പോഴും പലരുടെയും നഗ്നത വെളിപ്പെടുന്ന അതിൻ്റെ ബാക്കി പത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞത് അയാൾ തന്നെയാണെന്ന്? അയാളുടെ വായിലിരുന്ന് പിശാചത് പറയിച്ചതാണ്. ഈ പിശാചിനെ കിട്ടിയത് ആഫ്രിക്കന്നാണ്. ഈ ആഫ്രിക്കക്കാരൻ്റെ കീഴെ കൊണ്ട് തല വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, വലിയ കുഴപ്പമില്ലാതെ നിന്നൊരു മനുഷ്യനാണ്. ആരോപണമൊക്കെ കാണും. അത് യേശുവിനെക്കുറിച്ചും ആരോപണം ഉണ്ടായിരുന്നല്ലോ. മാനം മര്യാദയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ആഫ്രിക്കക്കാരൻ്റെ കീഴെ കൊണ്ട് തല വെച്ചത്. ആഫ്രിക്കക്കാരൻ്റെ കീഴെ കൊണ്ട് തല വെച്ചതോടുകൂടി അയാളുടെ വെടിയും തീർന്നു. കാരണം നാക്കേൽ സാധനം കയറി. പരിശുദ്ധാത്മാവ് ഇത് കൂട്ട് മണ്ടത്തരമൊന്നും കാണിക്കുകയല്ല. പക്ഷേ ആഫ്രിക്കൻ ഭൂതങ്ങൾ വെള്ളയോട്ടൊക്കെ ഇട്ടതായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. 10,000, 10,000, 15,000 ഒക്കെ കാണും. 50,000, 60,000 ഒക്കെ ഉള്ളതുണ്ട് ആഫ്രിക്കയിൽ സഭയിൽ അംഗങ്ങളുള്ളത്. അതിൻ്റെയൊക്കെ കീഴെ കൊണ്ട് തല വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു സത്യാരാധനയിലേക്ക് മടങ്ങാൻ പറ്റിയാൽ അവസാനം കൊടിയ മന്ത്രവാദത്തിലേക്ക് പോകുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയിൽ ഈ പണ്ട് ശിഷ്യന്മാരുടെ നിഴൽ വീണാൽ സൗഖ്യം പ്രാപിക്കുമെങ്കിൽ ഇപ്പോൾ ഈ സഭയിൽ ആൾ വീണാൽ പോലും സൗഖ്യമില്ല. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം പറയുന്ന സത്യവ്യവസ്ഥയിലേക്ക് ആരാധന മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അവർ ബലി കഴിക്കാനും അവർ പ്രാർത്ഥിക്കാനുമൊക്കെ അവർ നിന്നു, കഴിക്കാനിരുന്നു എന്നൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും കൊറിന്ത് ലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായിട്ട് എഴുതി വെച്ചു. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റു എന്ന്. ഇന്ന് നമ്മുടെ കേരളത്തിലെ മിക്ക സഭകളിലും ഇത് തന്നെയാണ്. തിന്നാനും കുടിക്കാനും ഇരിക്കും, ആദ്യം കൂത്താടാൻ എഴുന്നേറ്റ് നിന്നിട്ട് കൂത്താട്ടമാണ് പരിപാടി. ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കൈ നീട്ടുമ്പം ഒരു 3-4 പന്തി കസേരകളിലുള്ളതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് വീഴും. അതൊന്നും പരിശുദ്ധാത്മാവല്ല, അതെല്ലാം ഭൂതമാണ്. ഇങ്ങനെ കൈ നീട്ടുമ്പോൾ എല്ലാം കൂടെ വീഴുന്നത്. അതൊന്നും അപ്പസ്തോലന്മാരൊന്നും കാണിച്ചിട്ടുള്ളതല്ല, യേശു കാണിച്ചിട്ടൊന്നുമല്ല. യേശു കാണിക്കാത്തതും അപ്പസ്തോലന്മാരും കാണിക്കാത്ത പരിപാടിയൊക്കെ കാണിക്കണേ, അതെല്ലാം താന്ത്രിക വിദ്യകളാണ്. ഇതെല്ലാം ആഫ്രിക്കയിൽ നിന്ന് പിടിക്കുന്നതാണ്. മോശയുടെ കാലത്തുണ്ടായിരുന്ന മോശ ചെയ്ത 10 ഏതാണ്ട് 7 വരെ എങ്ങാണ്ട് മറ്റവന്മാർ ചെയ്തിട്ടുണ്ട്. അത് അവിടുന്ന് ആ കാലത്തുനിന്ന് അവിടുന്ന് കറങ്ങിത്തിരിഞ്ഞ് അതെല്ലാം ഇന്ന് ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിൽ ഇതുമായിട്ടുള്ള നടക്കുന്നവന്മാരെല്ലാം പകൽ ഭയങ്കര പാസ്റ്റർമാരും രാത്രി മാന്ത്രികന്മാരുമാണ്. ഇവന്മാരുടെ കീഴെ പോയി തല വെക്കുന്നവന്മാരൊക്കെ ഇങ്ങനെ കൈ നീട്ടുമ്പം പിന്നെ വേറെ രണ്ട് അഭിനയിക്കാനും കുറേ ആൾക്കാർ കാണും കേട്ടോ. സ്ഥിരമായിട്ട് നിൽക്കുന്ന കുറേ പെണ്ണുങ്ങളോട് ഞാൻ ഇങ്ങനെ ഒന്ന് കൈ നീട്ടും, എല്ലാം കൂടെ ഒന്ന് ഉരുണ്ട് വീണേക്കണം, ഞാൻ 2-3 പടപടാന്ന് അങ്ങോട്ട് വിട്ടു വീണോളൂ. ചില്ലറ കിട്ടിയാൽ അഭിനയിക്കാൻ ആരാ തയ്യാറല്ലാത്തത്? ഇപ്പോൾ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ, സിനിമയ്ക്കകത്ത് ഇതിനെ പെന്തക്കോസ് കോളത്തിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സിനിമ ഇറങ്ങി.
സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ സഭകളിൽ തന്നെ അതിനുള്ള സത്ത് കിട്ടിയത്. കൈ നീട്ടുമ്പോൾ വീഴുന്നു, അതിനുള്ള കാശ് കൊടുക്കുന്നു, അതിനുള്ള ശുശ്രൂഷ കൊടുക്കുന്നു. എന്തിനും ഏതിനും അഭിനയം മനുഷ്യനൊരു രസമുള്ള പരിപാടിയാണല്ലോ അതുകൊണ്ട് വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് സത്യാരാധനയിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു സത്യ ആരാധന കേരളത്തിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, നല്ല ദൈവമേ, കർത്താവെ, ഒരു സത്യ ആരാധനയിലേക്ക് ജനം വിശ്വാസത്തിൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം സഹായിക്കണമേ. കപട ശുശ്രൂഷകനെയൊക്കെ ദൈവം തകർക്കണമേ. കർത്താവെ, ജനം സത്യം തിരിച്ചറിയുവാൻ ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.